ഏമാനെ പേടിയാണ്. ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കട്ട്രോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തു വന്ന് താമസമാണ്. വീട്ടിൽ കിടത്തുറങ്ങാൻ നിവൃത്തിയില്ല സാറേ, കാക്കണം. എന്നിട്ടും അഖിലയും അതുലയും അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ്. അതിശക്തമായ നടപടികൾ സർക്കാർ എടുത്തു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അഖിലയും അതുലയും അനാഥരായെങ്കിൽ ആ പാതക ജന്മം അന്ധവിശ്വാസി ചെന്താമരയുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസ് ആഭ്യന്തര വകുപ്പെ നിങ്ങളുടെ നെഞ്ചത്താണ്. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഇവൻ തന്നെ എത്ര ഗുരുതരമായ പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ഇപ്പോഴുണ്ടായത് എന്ന് നേരിട്ട് പറയാൻ ഏത് രാഷ്ട്രീയമാണ് താങ്കൾക്ക് തടസ്സമാകുന്നത് ശ്രീ അനിൽകുമാർ? ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയമായി തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണോ? അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞുമാറ്റമാണ്. അന്ന് ഞങ്ങൾ നൽകിയ പരാതിയിൽ ഒരു നടപടിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഇന്നിത് വരുമായിരുന്നോ? സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കാർക്കില്ല. ആ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ ഞാൻ കൊല്ലപ്പെടുമെന്ന് ഭയക്കുന്നു, ഞങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്ത പരാതി അവഗണിച്ചത് ആർക്ക് ന്യായീകരിക്കാനാകും? പോലീസുകാരൻ ചെയ്യുന്ന, അയാളുടെ ജോലിയിൽ ചെയ്യുന്ന വീഴ്ചയെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. യവന്മാരുടെ ഇതുപോലൊരു നാറിയ ഭരണം കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഇന്നിത് വരുമായിരുന്നോ? എന്റെ അച്ഛനും മുത്തശ്ശിയും ബാക്കി ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ആ കുട്ടികൾ ചോദിക്കുന്നത് താങ്കൾ കേട്ടില്ലേ? ഞാനല്ലോ കേൾക്കട്ടെ. പൊതുവാൾജി എനിക്ക് ചോര കളയുന്നുണ്ട്. താങ്കളല്ല കേൾക്കണത്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേൾക്കണം. കേൾക്കുമോ? അതെ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേൾക്കുന്നോണ്ടാണല്ലോ. ചേന്നമംഗലത്തും ഇതുപോലെ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ ഒരു കുടുംബം 15 ദിവസം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നല്ലോ. പോലീസിനെ പലവട്ടം സമീപിച്ചിരുന്നല്ലോ. അവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ ആ ഭീഷണി അറിയാമായിരുന്നല്ലോ. എന്നിട്ട് അവിടെ നടപടി ഉണ്ടായോ? നാലാമത്തെ ആൾ മരിച്ചില്ല എന്നതിൽ വിഷമിച്ച് നടക്കുന്ന ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് ഇപ്പോൾ തെളിവെടുക്കാൻ നടക്കുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇതിനപ്പുറം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ പോലീസ് ഇങ്ങനെ? അതിന്റെ ക്രെഡിറ്റും പിണറായി വിജയൻ തന്നെ എടുത്തോട്ടെ. അവിടുത്തെ നാട്ടുകാർ, ഒരു വാർഡിലെ മനുഷ്യർ ഒന്നായിട്ട് പോലീസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഈ കൊല്ലപ്പെട്ട ആളും അയാളുടെ മകളും പോയി പറഞ്ഞു. അവിടുത്തെ അയൽക്കാരി പുഷ്പ പോയി പറഞ്ഞു, ദാ കൊല്ലാൻ നടക്കുന്നു, നേരത്തെ കൊന്നതാണ്, ഈ വ്യക്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ പ്രകടമായി ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുള്ളതായി കാണാനാവുന്നില്ല. ഇന്ന് രാവിലെ മുതൽ താങ്കൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ അനിൽകുമാർ. അസംബന്ധം പറയരുത് എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. അയാൾ പ്രതിയാണ്, ഒരു കൊലക്കേസിൽ പ്രതിയാണ്. ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ പറയട്ടെ. കൊലപാതക മാനസികാവസ്ഥയിലേക്ക് വന്ന മനോരോഗത്തിന്റെ നിരയിലേക്ക് എത്തി. അതുകൊണ്ട് അയാൾ മനോരോഗിയാണ്. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചോടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ഇപ്പോഴുണ്ടായ വീഴ്ച മനസ്സിലായിരിക്കുന്നു, അതിൽ നടപടി എടുത്തിരിക്കുന്നു. അത് മതിയോ? വീഴ്ച പോലീസിന്റെ ഭാഗത്തുള്ളതായി കാണാനാവുന്നില്ല. നിങ്ങൾ പൂരം കലക്കുന്ന ADGPയെ അന്വേഷണത്തിലിരിക്കുമ്പോ DGP ആയിട്ട് ഉയർത്തുമ്പോഴാണ് കുഴപ്പം. ഓക്കെ, സത്യമല്ലേ? ഇനി എനിക്ക് അവസരം വേണ്ട, അവസരം തരണ്ട. താങ്കളോട് ഇനിയും ചോദ്യമുണ്ട്. അല്ല, താങ്കളോട് ഇനിയും ചോദ്യമുണ്ട് ശ്രീ അനിൽകുമാർ, ചോദ്യമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോട് ഇനിയും ചോദ്യമുണ്ട്. ദയവായി താങ്കൾ ഇത് സ്ഥിരം പരിപാടിയാണ്. എനിക്കിനി അവസരം തരണ്ട, ഞാൻ അവസാനിപ്പിച്ചില്ല.